ഹായ് ഓൾ, ഐ എം ക്രിസ്റ്റി. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അയർലൻഡിൽ വന്ന ശേഷം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളെ പറ്റിയാണ്. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇവിടുത്തെ അക്കോമഡേഷൻ്റെ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ലാസ്റ്റ് വരെ ഇന്ന് കാണുന്നത്. സോ നമ്മളിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഇവിടുത്തെ 5 കാര്യങ്ങളിൽ ഒന്നാണ്. ഫസ്റ്റ് വന്ന പാടെ നമ്മൾ എടുക്കേണ്ട സിം കാർഡ്. സിം കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇബ്രോഡ് ഏത് കൺട്രീസിൽ പോകണം നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ സിം കാർഡ് എടുക്കുക, എന്നാലാണ് ബാക്കി നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിന് ഇവിടെ സിമ്പിൾ പ്രോസസ്സാണ്. നമുക്ക് അവിടെ പോയി ഏത് ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് സിം കാർഡ് കിട്ടും. രണ്ടാമതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ PPS കാർഡാണ്. PPS പബ്ലിക് സർവീസ് കാർഡാണ്. സോ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് IRP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐറിഷ് റെസിഡൻസി പെർമിറ്റാണ്. അപ്പോൾ അത് പണ്ട് കഴിഞ്ഞ ഇയർ വരെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ 2025 നമുക്കത് ഓൺലൈനിൽ ചെയ്യാം. സോ അത് വളരെ ഈസിയായി, നമുക്കപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ IRP എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പം ഇവിടെ ഐറിഷ് AB അങ്ങനത്തെ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് അഡ്രസ്സ് കൊണ്ടുപോയാൽ മതി. ബാങ്കിൽ പോയാൽ തന്നെ അവർക്ക് ബാങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയാൽ അവർ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. സോ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് ലീവ് കാർഡാണ്. ലീവ് കാർഡ് 2 ടൈപ്പ് ഉണ്ട്, നോർമൽ ലീവ് കാർഡും സ്റ്റുഡൻറ്റ് ലീവ് കാർഡും. സ്റ്റുഡൻറ്റ് ലീവ് കാർഡിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കുറച്ചുകൂടെ കുറവായിരിക്കും. സ്റ്റുഡൻറ്റ് ലീവ് കാർഡ് എല്ലാവരും എടുക്കുക, പക്ഷേ നമ്മളിപ്പോൾ എത്തിയ പാടെയാണ് നമുക്ക് വേറെ ഒന്നും എടുക്കാൻ ഓപ്ഷൻ ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ നോർമൽ ലീവ് കാർഡ് എടുക്കുക, ടെമ്പററി ആയിട്ട്. സോ ഈ 5 കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അക്കോമഡേഷൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നിമിഷം വിസ വന്നിരിക്കുന്നവരോടൊക്കെ പറയുള്ളൂ. ലാസ്റ്റ് നിമിഷം ഒന്ന് അക്കോമഡേഷൻ നോക്കരുത്. ലാസ്റ്റ് നിമിഷം നോക്കിയല്ലേ ഏജൻസിക്കൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നിമിഷം കിട്ടിയില്ല, നിങ്ങൾക്ക് പണി കിട്ടും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ റെൻ്റൽ അഗ്രിമെൻ്റ് ഒക്കെ വെച്ച് ഇമിഗ്രേഷൻ അവിടെ നിങ്ങൾക്ക് വരാൻ ഇങ്ങോട്ട് നേരത്തെ നിങ്ങൾ അക്കോമഡേഷൻ നോക്കി വെക്കുക, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ വീഡിയോസോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.